എല്ലാവർക്കും സ്കൂളൊക്കെ തുടങ്ങിയില്ലേ? ഇവിടെയും തുടങ്ങിയിട്ടോ. മൂത്തവർക്ക് പിന്നെ 10-ലായതുകൊണ്ട് നേരത്തെ തുടങ്ങി. ബുക്കും കാര്യങ്ങളൊക്കെ ഇപ്പം നേരത്തെ മെയ്യിൽ തന്നെ വാങ്ങിച്ചിട്ടുണ്ടായി. ഇത് അമ്മൂന് വേണ്ടിയുള്ള ഷോപ്പിംഗ് ആണ്. എന്താ അപ്പോൾ അമ്മൂനെ കൊണ്ടുപോകത്തേന്ന് എല്ലാവരും ചിന്തിക്കും. അതിനെ കൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് വിചാരിച്ച സാധനങ്ങളൊന്നും വാങ്ങാനും പറ്റില്ല. ബാക്കിയുള്ളതൊക്കെ അവൾ വാങ്ങിച്ചും കൂട്ടും. എൻ്റെ കൂടെ പുറകെ നടന്നിങ്ങനെ ചിലച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എനിക്കും ദേഷ്യം വരും, വാങ്ങിച്ചു കൊടുക്കാൻ പറ്റണില്ലല്ലോ എന്നുള്ള സങ്കടവും വരും. അതുകൊണ്ടാണ് അവനെ കൊണ്ടുപോകാത്തത് കേട്ടോ. അപ്പോൾ പല തവണയായിട്ടാണ് കുഞ്ഞു കുഞ്ഞു ഷോപ്പിംഗ് നടത്തിയത്. ഷോപ്പിങ്ങിൻ്റെ ഇടയിൽ ഷൂ ഒക്കെ എന്താ നോക്കണേന്നല്ലേ, അതിൻ്റെ ഇടയിൽ ഞാനൊരു ചെറിയ പൂട്ട് കച്ചവടം നിർത്തി. വേറൊന്നുമല്ല, നടക്കാൻ പോകാനുള്ള എൻ്റെ ഷൂ പോയി കിടക്കുകയാണ്. അപ്പോൾ പുതിയതൊരെണ്ണം വാങ്ങാമെന്ന് ഓർത്ത് കയറിയതാണ്. ഞാൻ ഡാർക്ക് ഷെയ്ഡിലാണ് കേട്ടോ നോക്കിയത്. കാരണം മഴയും കാര്യങ്ങളൊക്കെ അല്ലേ, ചെളിയാകില്ലേ എന്നോർത്ത്. പക്ഷെ മുത്തപ്പത്തേക്കിന് വൈറ്റ് ഷൂ അവിടെ ഇരിക്കുന്ന കണ്ട് എന്നെ കൊണ്ട് എടുപ്പിച്ചു. എനിക്കറിയാം അവൻ എന്തുകൊണ്ടാണ് എന്നെ കൊണ്ട് ഇത് എടുപ്പിച്ചതെന്ന്. അവന് പിന്നീട് യൂസ് ചെയ്യാമല്ലോ, അത് തന്നെയായിരുന്നു അവൻ്റെ പ്ലാനിങ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ അവനത് പറയുകയും ചെയ്തു. എനിക്കത് അവിടെ വെച്ച് അറിയായിരുന്നു കേട്ടോ. പിന്നെ വെക്കേഷൻ തീരുന്നതിന് മുമ്പ് അവർ കുറച്ച് ദിവസം എൻ്റെ വീട്ടിൽ പോയി നിന്ന് പറഞ്ഞ ആളത്ത്. അവിടെ വെച്ച് ഞങ്ങളൊന്ന് പോത്തീസിൽ പോയി കുറച്ച് പർച്ചേസിങ്ങും കൂടെ നടത്തി. വേറെ ഒന്നുമല്ല, അമ്മൂന് പൗച്ചും വാട്ടർ ബോട്ടിലും അങ്ങനെയുള്ളതൊക്കെ കേട്ടോ. വലിയ കാര്യമായിട്ടുള്ള വലിയ ഷോപ്പിംഗ് ഒന്നും ഇത്തവണ ഉണ്ടായില്ല. ബാഗൊക്കെ പഴയതൊക്കെ തന്നെയാണ് എല്ലാവരും യൂസ് ചെയ്യണത്. പിന്നെ പിള്ളേർ 10-ലായതുകൊണ്ട് ഈ കൊല്ലം കൂടിയല്ലേ ഉള്ളൂ. അപ്പോൾ അവർ പഴയത് തന്നെ യൂസ് ചെയ്തോളാമെന്ന് പറഞ്ഞു. ബാഗും പൗച്ചും ലഞ്ച് ബാഗും ഒക്കെ. ഏറ്റവും അവസാനം ഇന്നർ വെയർ ഷോപ്പിലൊക്കെ പോയതാണ്. ഇന്നലെയാണ് കേട്ടോ പർച്ചേസിങ് തീർന്നത്.